മലയാള സിനിമയിൽ എന്നും കിരീടം വെക്കാത്ത രാജാവാണ് മോഹൻലാൽ. 4 പതിറ്റാണ്ടിലധികമായി നീണ്ടുനിൽക്കുന്ന അഭിനയ ജീവിതത്തിലൂടെ മറ്റൊരു താരത്തിനും എത്തിപ്പിടിക്കാൻ കഴിയാത്തത്ര വലിയ കോട്ടയാണ് കേരളത്തിൽ ബോക്സ് ഓഫീസിൽ മോഹൻലാൽ സൃഷ്ടിച്ചിരിക്കുന്നത്. പോസിറ്റീവ് കിട്ടുന്ന ചിത്രങ്ങളെല്ലാം അതിന്റെ പരമാവധി കളക്ഷനിലെത്തിക്കാൻ കഴിയുന്ന താരത്തിന്റെ കഴിവ് മലയാളത്തിൽ മറ്റൊരു നടനും അവകാശപ്പെടാൻ സാധിക്കാത്തതാണ്. നോട്ട് നിരോധന സമയത്തായിരുന്നിട്ടും മലയാളത്തിലെ ആദ്യ 100 കോടി ചിത്രമായി പുലിമുരുകൻ മാറിയതും, ഹർത്താൽ ദിവസമായിരുന്നിട്ട് കൂടി വൻ ഹൈപ്പിലെത്തിയ ഒടിയൻ റെക്കോർഡ് കളക്ഷന്റെ കലശമാക്കിയതുമെല്ലാം ഇതിന് ഉദാഹരണമാണ്. മോഹൻലാൽ ചിത്രങ്ങൾക്ക് പുറമെ മറ്റൊരു താരത്തിനോ ചിത്രങ്ങൾക്കോ റിലീസിന് മുമ്പ് ബോക്സ് ഓഫീസിൽ കാര്യപ്പെട്ട സ്വാധീനം ചെലുത്താൻ സാധിക്കാത്തത് ഇപ്പോൾ സിനിമാ ലോകം ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ ആരാധക കൂട്ടമുള്ള സിനിമാ ഫ്രാഞ്ചൈസിലൊന്നായ ആടിന്റെ മൂന്നാം ഭാഗം നാളെ റിലീസിന് ഒരുങ്ങുകയാണെന്ന സാഹചര്യമാണ് ഇത്തരമൊരു ചർച്ച വീണ്ടും സജീവമാകുന്നത്. വലിയ ഹൈപ്പിൽ ഒരുങ്ങുന്ന ചിത്രമായിട്ട് കൂടി ആട് 3ക്ക് പ്രീസെയിൽ ബുക്കിംഗിൽ വേണ്ടത്ര ചലനം സൃഷ്ടിക്കാൻ സാധിച്ചില്ല. കഴിഞ്ഞ വർഷം മാർച്ചിൽ മോഹൻലാലിന്റെ എമ്പുരാൻ പ്രീ ബുക്കിംഗിൽ ഉണ്ടാക്കിയ ഓളവുമായി ബന്ധപ്പെടുത്തിയാണ് പലരും വിഷയം താരതമ്യം ചെയ്യുന്നത്. എമ്പുരാൻ വരുന്നതുവരെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രീ ബുക്കിംഗ് നേടിയ ചിത്രമെന്ന റെക്കോർഡ് കൈവശം വെച്ചിരുന്നത് വിജയ് ചിത്രമായ ലിയോ ആയിരുന്നു. ഒരു അന്യഭാഷാ ചിത്രം ബോക്സ് ഓഫീസിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സാഹചര്യമായിരുന്നു എമ്പുരാൻ വരുന്നതുവരെ സിനിമാ ലോകം സാക്ഷ്യം വഹിച്ചത്. വിജയാരാധകരുടെ ഭാഗത്ത് നിന്നും വലിയ പരിഹാസവും മലയാളി താരങ്ങൾ നേരിട്ടിരുന്നു. എന്നാൽ ഈ വിമർശനങ്ങൾക്കെല്ലാം കാറ്റിപ്പറത്തിയാണ് എമ്പുരാൻ റിലീസിനെത്തിയത്. ബുക്കിംഗ് ആരംഭിച്ച് മണിക്കൂറുകൾക്കിടയിൽ എമ്പുരാന്റെ എല്ലാ ടിക്കറ്റുകളും വിറ്റഴിക്കുന്നതടക്കം കണ്ടു പരിചയമില്ലാത്ത കാഴ്ചകളാണ് സിനിമാ ലോകം സാക്ഷ്യം വഹിച്ചത്. ബുക്കിംഗ് ആരംഭിച്ച് ആദ്യ 24 മണിക്കൂറിൽ 6 ലക്ഷത്തിൽ പരം ടിക്കറ്റുകൾ വിറ്റുപോയി. പാൻ ഇന്ത്യൻ ചിത്രമായ കൽക്കി, പുഷ്പ, ജവാൻ തുടങ്ങിയ റെക്കോർഡുകൾ എമ്പുരാൻ തകർത്തെറിഞ്ഞു. ഇതേ സാഹചര്യത്തിലാണ് മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമായ ദൃശ്യം 3യുടെ കാര്യത്തിലും സംഭവിക്കാൻ പോകുന്നത് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിൽ പല തിയേറ്ററിലും അനൗദ്യോഗികമായി ദൃശ്യം 3യുടെ ആദ്യ ദിവസത്തെ ടിക്കറ്റുകൾ വിറ്റുതീർന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു.